നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫോൺ എൻഗേജ്ഡ് ആണല്ലോ. ഞാനില്ലാത്ത സമയം നോക്കി ഓഫീസിലെ കാര്യങ്ങൾ ഇടപെട്ട് കാണും. അതാ ഇത്ര ബിസി. വീട്ടിലെത്തിയപ്പോഴേക്കും പഴയതുപോലെ സോഷ്യൽ സർവീസ് തുടങ്ങി കാണും. നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. നല്ല ആളാ. എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ബിസിയോടെ ബിസി. ഓ ഞാൻ പരാതി പറയും മുമ്പ് എന്റെ മെക്കിട്ട് കയറാൻ വരുവാണോ? ഞാനല്ല, നീയായിരുന്നു ബിസി. അല്ല, സാറായിരുന്നു ബിസി. ചുമ്മാ കള്ളം പറയല്ലേ. നീ വീണ്ടും സാമൂഹ്യ സേവനം തുടങ്ങേണ്ടാവും. ഇത്രയും ബിസി. ഞാൻ ഒരു സേവനവും പുതിയതായിട്ട് തുടങ്ങിയിട്ടില്ല. പഴയതൊക്കെ തുടരുന്നുമുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോ തന്നെ സാർ ഓഫീസ് ജോലി തുടങ്ങി കാണും. അതായിരിക്കും എൻഗേജ്ഡ് ആയത്. ഞാനൊരു ജോലിയും പുതുതായിട്ട് തുടങ്ങിയിട്ടില്ല. പഴയതൊക്കെ തന്നെ തുടരുന്നുമുണ്ട്. പിന്നെ പുതുതായി തുടങ്ങിയൊരു ജോലി നിന്നെ പ്രണയിക്കില്ല. ഓഹോ, അപ്പൊ അതും ജോലിയാണല്ലേ? എന്റെ പൊന്നോ, ഇനി അതി പിടിച്ച് തുടങ്ങണ്ട. പാചകടിയിൽ നിന്നെ ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. തോൽവി സമ്മതിച്ചിരിക്കുന്നു. അയ്യടാ, എന്നെ തോൽപ്പിച്ചപ്പോ എന്തൊരു സന്തോഷം. ചിരിച്ചോ. വിരഹദുഃഖം എനിക്ക് മാത്രമാണല്ലോ. കാണാതിരിക്കുന്നതിൽ എന്റെ അത്രയും വിഷമം സാറിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്കാ കൂടുതൽ വിഷമം. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കാണ് വിഷമം. അയ്യോ പ്രണവ്. അതെ, ആരുടെ സൗണ്ട് അത്? അതെ, രണ്ടുപേരും തമ്മിൽ തെറ്റിയെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും പറ്റിച്ചാണല്ലേ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായിരുന്നു? ഏട്ടനും ചേച്ചിയും പ്രാങ്കിങ് ആണെന്ന് ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരോടും പറയൂ. ചതിക്കില്ലേ? നീ ആരോടും പറഞ്ഞേക്കരുത്. ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കുന്നത്. ഒക്കെ ഞാൻ നിനക്ക് രാവിലെ പറഞ്ഞുതരാം. ഓക്കെ, നടക്കട്ടെ. നിങ്ങളുടെ പ്രേമസല്ലാപം നടക്കട്ടെ. താങ്ക്സ് ഡാ. അവനെ ഒതുക്കി. അത് മനസ്സിലായി. ആരൊക്കെ അറിഞ്ഞാലും വസുന്ധരാന്റെയും ശിവാനിയും അറിയരുത്. എനിക്കത്രേ ഉള്ളൂ. ഞാൻ വസുന്ധരാന്റിയെ പറഞ്ഞത് സാറിന് ഫീൽ ചെയ്തോ? അതെങ്ങനെ മനസ്സിലായി? എനിക്ക് സാറിന്റെ മനസ്സിലുള്ള ചെറിയ ചിന്ത പോലും പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഞാനേ ആ നെഞ്ചിലൊരു ചിപ്പ് വെച്ചിട്ടുണ്ട്. ഹാർട്ട് ബീറ്റ്സിനൊപ്പേ ആ ചിപ്പ് എനിക്ക് മെസ്സേജ് അയക്കും. മനസ്സിൽ 1000 നിറങ്ങൾ കൊണ്ട് വരച്ച ചിത്രമാ അമ്മയുടേത്. അത് ചില്ല് പോലെ പൊട്ടി തകരുന്ന നിമിഷത്തെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല നിധി. ആ ചില്ല് പൊട്ടിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്താത്തിടത്തോളം കാലം ആന്റി എനിക്ക് അമ്മയെ പോലെ തന്നെയായിരിക്കും. തീർച്ച. താങ്ക്സ്. യു വെൽക്കം. ഉള്ളിൻ്റെ പാട്ടുണ്ടോ കൂട്ടുണ്ടോ വാവാത്തി മൂവാണ്ടൻ മാവേലേ